അപ്പൊ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണാണ് മിൽക്ക് ബിരിയാണി, ചിക്കൻ മിൽക്ക് ബിരിയാണി ദം ബിരിയാണി. അപ്പൊ അതിനുള്ള ചേരുവകളാണ് ഇപ്പൊ നമ്മളിവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട്, തക്കാളി വെട്ടി വെച്ചിട്ടുണ്ട്, പച്ചമുളക് വെട്ടാത്തുണ്ട്, ഇഞ്ചും വെള്ളുള്ളിൻ്റെ പേസ്റ്റാണ് ഇരിക്കുന്നത്. പിന്നെയുള്ള ചപ്പും പൊതിന് 2 ചെറുനാരങ്ങ, പിന്നെ മിൽക്ക്, തേങ്ങാ മിൽക്ക് കേട്ടോ. അപ്പോളേ നമ്മൾ ഈ ഉള്ളി ഒന്ന് അതിൽ പൊരിച്ചു കൊടുക്കും കേട്ടോ. കുറച്ച് ഈ ഒരു പാക്കറ്റ് എണ്ണയിൽ പൊരിച്ചു കൊടുക്കും ഉള്ളി. അതെന്താണെന്ന് വെച്ചാൽ ചോറിൽ മിക്സ് ആക്കാനുള്ളത് കേട്ടോ. അതെ. അപ്പോൾ നമ്മൾ ഉള്ളി പൊരിക്കാനായിട്ട് ഞാൻ ഈ ഒരു ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്, ഇടാൻ പോവാട്ടോ. ആഹാ, ഉള്ളി ഇങ്ങോട്ട് കോരിയിട്ടുണ്ട് കേട്ടോ. ആ മസാല ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പം അതിനുള്ള ചേരുവകളാണിത്. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് പൊട്ടിക്കും. അങ്ങനെ ഒരു 3 കിലോന് അതിൻ്റെ പരിപാടി കേട്ടോ. ഇടാൻ പോണ ഉള്ളിയാണ്. ആവശ്യമുള്ള ഉള്ളി ഇട്ടാൽ മതി കേട്ടോ. ഇത് ഓവറുണ്ട്. ആ ബാക്കി നമ്മൾ കച്ചമ്പറിനാണ്. അപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേ നമ്മളൊരു കാര്യം ചെയ്യാം, അരി കഴുകിയിട്ട് വെള്ളത്തിലിടാം. ഓക്കെ, അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ടാ അരിയാണ്. ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ കൂടുതൽ നിർന്നൊന്നുമില്ല കേട്ടോ. എപ്പോഴും അരി കഴുകിയിട്ട് വെള്ളത്തിലിടുമ്പോൾ ആ ചോറൊരു സോഫ്റ്റ് ഇട്ടുള്ളൂ. ഏതരി, ഈ അരി നല്ല എല്ലാ അരിയും ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിടാം. ഒരു 3 പ്രാവശ്യം കഴുകിങ്ങണ്ടേ 4ാമത്തെ പ്രാവശ്യം വെള്ളത്തിൽ കണ്ട് ഇട്ടിക്കുക അരി. ഓക്കെ, ഉപ്പിട്ടിട്ടോ ഉള്ളിയിൽ. എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല. നമ്മള് കുട്ടികൾക്ക് കുറച്ച് ബിരിയാണി ഒക്കെ വെച്ചു കൊടുക്കും. പിന്നെ സ്പെഷ്യൽ ഐറ്റാണ് ഇന്ന് നമ്മളെ ചിക്കൻ മിൽക്ക് ബിരിയാണിയാണ്. ഒരു മിൽക്ക് ബിരിയാണി കേട്ടില്ലല്ലോ, ആരും കേൾക്കൂല. അത് നമ്മള് ചെയ്യണതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, സൂപ്പർ ആയിരിക്കും ഈ ബിരിയാണി. അത് തിന്നാൽ തന്നെ തിന്നിട്ട് പോവാം. എല്ലാവർക്കും ഇപ്പൊ നമ്മളെ കുട്ടികളെപ്പം നമുക്കൊക്കെ കൂടെ ഇരുന്നിട്ട് തിന്നിട്ട് പോവാം. എന്താ പാട്? കുഴപ്പമൊന്നുമില്ലല്ലോ. പെരുംജീരകത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേരുവകൾ ചേർക്കാൻ പോവാണ്. ഇഞ്ചും വെള്ളുള്ളിയുടെ പേസ്റ്റാണ്. അവിടെ കേട്ടോ. അത് നന്നായിട്ട് മൂക്കട്ടെ. നന്നായിട്ട് നമ്മളെ തക്കാളി ഒക്കെ നമ്മളെ ഫിറോസുമായി വരുന്നുണ്ട് കേട്ടോ. ഇതെവിടെ ഇരുന്നപ്പോ തിന്നണ്ട ഷോപ്പിൽ മുത്തുമണികൾ എന്താ പാട്? സുഖല്ലേ? ഫിറോസ് ഇളക്കാൻ പഠിപ്പിച്ചാണ് തന്നെ. അത് അല്ലാന്ന് പറയട്ടാ, ഇളക്കാനോ കുക്ക് ചെയ്യാനൊക്കെ അത് നല്ലൊരു കുക്കാക്കി മാറ്റുന്ന ഒരു ആഗ്രഹം. പക്ഷെ നീയും കൂടെ ശ്രമിക്കണം. നേരം കെട്ട് നേരത്തെ വന്നാൽ പിന്നെ അങ്ങനെ തിന്നണ നേരത്തെ വരും കേട്ടാ. നേരത്തെ വന്നത് ഇളക്കിക്കോ. തൈര് വയ്ക്കണ്ട, കട്ടത്തൈരാണ്. കുറച്ചുള്ള വയ്ക്കുന്നുണ്ട്. 2 വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫിറോസ്
കോഴി കഴുകാണ് കേട്ടോ. അപ്പൊ ഫിറോസ് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് കൊട്ട കിട്ടോ. അല്ല അല്ല നല്ല നിങ്ങളുടെ തൊഴിലൊക്കെ പോയിക്കോട്ടെ. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കാട്ടാ, പറഞ്ഞുതരാം. അതെ അതെ അതെ. അല്ല അത് മറക്കൂല നമ്മള്. യൂസ് പാകം പഠിപ്പിച്ചിട്ട് നമ്മള് വലിയ നിലയിലെത്തും. എത്തിയാല് യൂസ് പാകം മറ്റേ വാട്ടി വെച്ച ഉള്ളി പച്ചമുളക് തക്കാളി ഒക്കെ ഇഞ്ചും പേസ്റ്റൊക്കെ ഇഞ്ചും വെള്ളുള്ളിയും പേസ്റ്റൊക്കെ അടിച്ച മസാല ഞാനിതൊന്ന് മിക്സിലിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ തിരി. നമ്മളാ ഉരുളി ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ മസാല ഉണ്ടാക്കാൻ പോകും. അപ്പൊ ഞാൻ ആവശ്യമുള്ള കോഴി ഇതിലേക്ക് ഇടാൻ പോകണ്ടേ. ഇട്ടട്ടെ? ഫിറോസാ പോയിട്ടോ 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 ഇവിടെ പോയിട്ടോ പോയിട്ടോ. ഇടാ. ആ മിക്സ് ആക്കി വെച്ചാ മസാല മസാല അതെല്ലാം ഇട്ടോ. കോഴിന്റെ മസാല നമ്മള് മിക്സ് ചെയ്ത് ഇട്ടോ. ഇതില് മഞ്ഞൾപ്പൊടി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വെള്ള കളറായിരിക്കും. പച്ച വെള്ളം വയ്ക്കുന്നു കേട്ടോ. പിന്നെ കോഴിയിൽ വെള്ളം വരും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കുറച്ചും കൂടെ വെച്ചു കൊടുക്കും കേട്ടോ. അവിടെ ഞങ്ങള് 2 വർഷം മുന്നേ ടൂറ് പോയിരുന്നു. ടൂറ് പോയപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ യൂസ് പാക്ക് എന്നോട് അന്ന് പറഞ്ഞ് എനിക്ക് ഞാൻ പഠിപ്പിച്ചു തരും, ബിരിയാണി ഉണ്ടാക്കണതും ഈ കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞിന്ന്. അന്ന് വെറുതെ തമാശക്ക് പറഞ്ഞാണ്. പക്ഷെ അത് സംഭവം കറക്റ്റായിട്ടാണ് തുണികളെ. ഇന്നിപ്പോൾ നമ്മൾ അതിനെ പഠിക്കും ചെയ്യുകയാണ്, അതൊരു വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ പ്രേക്ഷകരെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുകയും ചെയ്യും. ഞാൻ എല്ലാ ഫുഡ് ഉണ്ടാക്കി പഠിക്കുകയും ചെയ്യും. അതിൻ്റെ മെയിൻ മുത്തുപണി പിന്നെ നമ്മൾ ഏകദേശം പിന്നെ അല്ല അത് നിങ്ങൾക്ക് ഓർമ്മ ടൂർ പോയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കി വണ്ടി നമ്മൾ പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഒരു 5 കിലോ മുലപ്പായിൽ കിട്ടാ. 2 കിലോ ഇടണോ? 2 കിലോ ഇടണ കുറച്ച് മതി. വേറെ ഇങ്ങനെ കൊണ്ടു. പിന്നെ ആ ചപ്പ് മുതലുണ്ട് ഇട്ടാ. ഇതിന്റെ കൂടെ ചെറുനാരങ്ങ ഉണ്ടായിടണോ? ഇല്ല ചെറുനാരങ്ങ ഒന്നായിട്ട് ഇടാ. അല്ല ഇത് മൊത്തമായിട്ട് ഇടാൻ പറഞ്ഞപ്പോഴേ ഹുസൈനിന്റെ പെരയെ പോയി പറഞ്ഞു മോൻ ബിരിയാണി ഒക്കെ വെക്കാൻ പറ്റിക്കുന്നു പറഞ്ഞോട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇറക്കി കൊടുത്ത പ്രസ ചിക്കൻ മസാല നിങ്ങളിട്ടിട്ട് ഇളക്കുള്ളൂ. നിങ്ങളെ എന്താ പറയാ അറിവില്ലാതെ നമ്മളൊന്നും ചെയ്യില്ല, വാക്കില്ലാതെ. ഗരം മസാല, ഏലക്ക, പട്ടാപ്പൂ, ജാതിക്കാന്, ജാതിപത്രന്റെ സാജീര കേട്ടോ, തക്കോലം. ഓക്കെ അതെ അപ്പൊ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടാ. വലിയ പീസാട്ടാ ചിക്കന് നമ്മള് കട്ട് ചെയ്തിക്കണ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പരിസരത്തുള്ളവരൊക്കെ വരുമോ? എല്ലാരും ഓടി വരിട്ടാ. അപ്പൊ കാടയുണ്ട്, കുറച്ച് ഉള്ളി ഇട്ടാ. ഉള്ളിട്ടാ തേങ്ങാപ്പാലാണ്. ഇത് പകുതി നമുക്ക് ചോറിൽ വയ്ക്കാം, പകുതി നമുക്ക് മസാലയിൽ വയ്ക്കാം. ഓക്കെ, ഇതാണ് മിൽക്ക് ബിരിയാണി എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ കളിക്കുക. ഫിറോസ് ഇളക്കിയിട്ട് ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്, വന്നിട്ടുണ്ട് കേട്ടോ. ഗൂഗിൾ പേ നമ്മൾ കുറച്ച് 2-3 ചെറുനാരങ്ങന്റെ നീര് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഫിറോസേ
ചെറുതായിട്ട് നോക്കിക്കാം. മെല്ലെ പീസ് കൊടുത്തിട്ടോ. ഇല്ല വേദനിക്കാതെ ഇങ്ങനെ ഇളക്കട്ടോ. ഇറക്കി വെച്ചിട്ട് കോഴി പീസ് നമ്മൾ മസാല വെച്ച് വേദനിപ്പിക്കാൻ പാടില്ല. പാവല്ലേ 2-2.5 പാട്ടാണ്ട് വെള്ളം വെച്ചോട്. ഇനി വയ്ക്ക് വെച്ചോ. ആരാ അപ്പൊ നമ്മളെ മസാല ഇടാൻ പോകട്ടെ. മസാലല്ല, ഏലക്ക, പട്ട, പൂവ്, ക്യാരറ്റ്, ഈ 4 സാധനം കൂടെ ആ വെള്ളത്തിൽ കണ്ട് ഇട്ടാളാ. ഒന്നിച്ചിട്ടില്ല യൂസ്ബക ആണ്ട് ഇട്ടോട് നോക്കണ്ടത്. വേറെ പോരാ മസാല എടുത്തിട്ട് വെള്ളത്തിൽ കിട്ടണ്. ഞാൻ വെള്ളം വേറെ തിളപ്പിക്കും. അപ്പൊ കുറച്ച് ഉപ്പിടുണ്ട് കേട്ടോ. പാകത്തിലിട്ടുണ്ട് കേട്ടോ. ആണെങ്കിൽ പിന്നെ ഇടാം. വെള്ളം നോക്കുക, ഉപ്പുണ്ടോ ഇല്ലയെന്ന് നോക്കണം. കൈ കൊണ്ടുവരാ നീട്ട്. ഉണ്ടാ കുറവാണ് തോന്നുന്നു. ടെസ്റ്റ് ചെയ്ത് കുറവില്ല. അത് പഠിച്ചിട്ടാ ഉപ്പ് നോക്കല് പഠിച്ചിട്ടാ. എന്തൊക്കെ പഠിക്കാണ്ടിട്ടാ. എന്താ ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയില്ല, അത് വേറെ വിഷയം. കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയാം. അരി ഊറ്റാൻ പോകട്ടാ കേട്ടോ. അങ്ങനെയല്ല, വെള്ളം ആറ്റാണ്ട് പുറത്ത് ഒഴിവാക്ക്. കുറച്ച് ഒഴിവാക്കാം. നമുക്കറിയില്ല, അതുകൊണ്ടാണ്. മതില്ല റെഡി ആട്ടാ. നിന്നെക്കാടി കളർ ഉണ്ടായിരിക്കും. അരി ഇട്ടോ. അപ്പൊ നമ്മളെപ്പോ പണിയെടുക്കുമ്പോൾ കയ്യും കാലൊക്കെ ശ്രദ്ധിക്കുക. തീയാണ്, ചുടുവെള്ളമാണ്. വെച്ചിട്ട് ഇങ്ങനെ കൊട്ടിയാൽ മതി. ഇതാ കൊട്ടുമ്പോ തരാം. കുറച്ച് തേങ്ങാപ്പാൽ വെക്കുന്നുണ്ട്. അപ്പൊ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ മിൽക്ക് ബിരിയാണി. മിൽക്ക് ബിരിയാണി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുക്കണോന്ന് അറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാ കമന്റ് ചെയ്യും എവിടെയെങ്കിലും കേട്ടുക്കണോന്നുള്ളത്. മന്ദിരട്ടോ. അപ്പൊ കുറച്ച് സൺഫ്ലവർ ഇതിന്റെ മേലെ കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കൊടുത്തിട്ടില്ല. എങ്ങനെയുണ്ട് സാധനം നോക്കാം. തുറക്കില്ല നോക്കട്ടെ കേട്ടോ. നമ്മളെ നെയ്ച്ചോറ് നമ്മളൊരു 15 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 5 മിനിറ്റ് മൂടി വെച്ചിപ്പോൾ ഏകദേശം നെയ്ച്ചോറ് സൂപ്പറായിട്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ നല്ല പാലൊക്കെ, നല്ല തേങ്ങാപ്പാലിൻ്റെ വാസനൊക്കെ നല്ല വരുന്നുണ്ട്. ഓക്കെ, ഈ മൂലൊക്കെ വെക്ക്, ഇവിടെ വെക്ക്. ഞാനേ ഈ കോഴി എടുത്ത് ഇതിലേക്ക് ഇടാൻ പോകട്ടോ. ആട്ടോളി കോഴിയുടെ പീസൊക്കെ നല്ല വലുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസാണ്. നല്ല വലിപ്പമുണ്ട്. മസാലൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ടോ. ഏത് പഹനാണ് കോഴി വെട്ടി വെട്ടാൻ എന്തായാലും വെട്ടാൻ ഉഷാറാണ്. ഇട്ടുപിളക്കളാ ദമ്മിടാൻ പോകട്ടോ. അപ്പൊ അതിനുള്ള നമ്മളെ ഗീ റൈസ് ഉണ്ടാക്കിയതാ മേലെ ഇങ്ങനെ ഉഷാറുണ്ട്. ദമ്മിട നമ്മളെ റൈസ് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. നല്ല ചെറുതൊന്നല്ല, കുറച്ച് വലിപ്പമുണ്ട്. മുല്ലപ്പൂവുമായിട്ട് അരിയാട്ടാ. അരിയുടെ കളർ ഉണ്ടല്ലേ മുല്ലപ്പൂവിനെ സെൻട്രലാണ് ഞാൻ ഇത് കൊടുക്കാൻ പോയിട്ടോ. അതിന്റെ പേര് ഉള്ളി ഫ്രൈ. അടുത്തതായിട്ടാ മല്ലിച്ചപ്പ്. ഉള്ളി ഫ്രൈ എന്നതിന് പറയാ. ഉള്ളി ഫ്രൈ കേട്ടപ്പോട്ടേക്ക് വീണ്ടും റൈസ് നമ്മൾ വീണ്ടും റൈസ്. ഇതൊരു വെറൈറ്റി അല്ലേ ഇങ്ങനെ മസാല ഇതിന് മേലെ ഉള്ളി ഇതേ സെൻട്രൽ റൈസ് മേലെ ഇടുന്നത്. ഇത് വെറൈറ്റിയാണ്, പക്ഷെ തിന്നുമ്പോ ഒരു വേറൊരു ടേസ്റ്റാണ്. ബിരിയാണി ക്യാമറ നമ്മളെ പിള്ളേരിങ്ങനെ വെയിറ്റ് ചെയ്യട്ടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ബാക്ക് ക്യാമറ ഒക്കെ ഒന്നാട് കുട്ടിയെടുത്താ. പിള്ളേരൊക്കെ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മളെ പിള്ളേർ നമ്മൾ ദമ്മിട്ടിട്ട് ആ സ്മെല്ലൊക്കെ കേട്ടിട്ട് പിള്ളേർ മതിൽ വന്ന് ഇറങ്ങിട്ടാ പാടിക്കടാ. ഇവിടെ നമ്മളിതിന്റെ അടിയിൽ ഇതാ സ്റ്റവിന്റെ അടിയിൽ ഒരു എന്താണ് ദോശക്കല്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിയിൽ കത്തി പിടിക്കാതിരിക്കാനാണ്, അടി പിടിക്കാതിരിക്കാനാണ്. ഇനി നമ്മൾ ആ മേലെ അത് ചൂടായി കഴിഞ്ഞാൽ ആവിണ്ട് പൊന്തും. അപ്പൊ നമ്മൾ ദമ്മായി എന്നുള്ളതാണ്. അപ്പൊ ഞാനിത് മൂടി തൽക്കാലം മൂട്ടുന്നുണ്ട് കേട്ടോ.
അവിടെ ഇരിക്കട്ടെ. അത് കൊണ്ടോണോ ചട്ടം വേണം. ഞാൻ ഇളക്കിക്കാം. ഓക്കെല്ലേ? ഇളക്കി മറിച്ചോ. ഇത് വൈറ്റ് ആയിട്ട് ഉണ്ടാവുക. വലിച്ച് ഇടയുള്ള നേരെ മഞ്ഞ ഉണ്ടാവുള്ളൂ. അതായത് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാം അടിയിൽ കാണിച്ചെടുക്കാനാണ്. നമ്മളെ ബിരിയാണി ഇനി നമ്മള് നേരെ കൊണ്ടുപോയിട്ട് ഇലയിൽക്കാണ് കൊട്ടുന്നത്. ആയിവാ വന്നിടണം. ഇലൊന്ന് കാണിച്ചെടുത്താ അപ്പൊ നമ്മള് ഇലയിൽ കൊട്ടാൻ പോകട്ടോ മക്കളെ. ദമ്മ് ബിരിയാണി നമ്മളെ ഇലയിൽ കൊട്ടാൻ പോവാണ്. മിൽക്ക് ദമ്മ് ബിരിയാണി റെഡി ആക്കിട്ടാ. ഇരുന്നോളി. ആയിവാ സെറ്റ്. നമ്മളെ മുത്തുമണികൾ ക്യൂ നിൽക്കണ്ട. അതൊന്ന് കാണിച്ചെടുത്താ, വീഡിയോ ഒന്ന് കാണിച്ചെടുത്താ, ആ ഫോട്ടോ കാണിച്ചെടുത്താ. എല്ലാവരും ക്യൂ നിന്നിട്ട് അച്ചടക്കത്തോടെ ഇട്ടാ നമ്മളെ ബിരിയാണി വാങ്ങാൻ വന്നിക്കണേ. ഇതിന് നല്ല സ്മെല്ലുണ്ട് ഇട്ടാ. സ്മെല്ലില്ല കേട്ടാ. കിട്ടിയവരൊക്കെ ഒരു സൈഡിലേക്ക് പോട്ടാ. ഈ സൈഡിലേക്ക് പോവാ. കിട്ടിയവരൊക്കെ ഒരു സൈഡിലേക്ക് പോട്ടാ. കുട്ടികളൊക്കെ ഇതിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ വെയിറ്റിംഗ് ചെയ്തിട്ടാ. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ബിരിയാണീൻ്റെ ആ സ്മെല്ല് കേട്ട് ഒരു ഓടി വന്നിട്ട് ക്യൂ നിന്നിട്ട് അച്ചടക്കത്തോടെ ക്യൂ നിന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്ലേറ്റ് സന്തോഷത്തോടെ വാങ്ങിയിട്ട് ലെഗ് വെച്ച ഒരാൾ എല്ലാവർക്കും അച്ചടക്കത്തോടെ എല്ലാരും ധൃതി കൂടാതെ അച്ചടക്കത്തോടെ നിന്നിട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. അടിപൊളി. 2 കൈ കൊണ്ട് പിടിക്കിട്ടാ. മസാല കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ. കുട്ടികളെ കഴിക്കട്ടെ. കുട്ടികളെ വരും. മുത്തുമണി വയോ, ചെല്ലിക്കുട്ടി വയോ. ചെള്ളിക്കുട്ടിക്ക് കുറച്ച് മതി. ബാക്കിയാവും. ചെള്ളിക്കുട്ടി കുറച്ച് കുടിക്കോ? അങ്ങനെ ചൂടുണ്ടാവോ? സകല തോന്നാണ്ട് കൊണ്ടു കൊടുത്ത ഒരു ഇരിപ്പിട്ട് 2 കൈ പിടിക്കാണ്ട. ചൂടുണ്ടാ. ഇല്ല. ചെറിയ കുട്ടികൾക്ക് അനുസരിച്ച് 2 കൈ ഇങ്ങനെ അടിച്ചു കിട്ടാ. വീഡിയോ എടുക്കട്ടെ. പിള്ളേർ വീഡിയോ എടുക്കും. പോട്ടാ പോലെ. ആ തരും. നിങ്ങൾ പിടിക്കാൻ പറ്റൂല. വീട്ടിൽ പോലെ വീഡിയോ എടുത്തിട്ട് പോലെ. പ്ലേറ്റ് നല്ലപോലെ പിടിക്കുക. പ്ലേറ്റ് നല്ലപോലെ പിടിക്കട്ടാ. അവിടെ തിന്നോളടി. കുറച്ച് വലുപ്പമുള്ള കുട്ടിയാ. അപ്പൊ അതിനനുസരിച്ച് കുറച്ചുകൊണ്ട് റൈസ് പോവല്ലിട്ടാ. അടിപൊളി. പിള്ളേരൊക്കെ തിന്നാൻ പറ്റുമോ ചൂടായിട്ട്? പരിപാടി എന്താ വെച്ചാല് റൈസ് എങ്ങനെ തിന്നണ്ടെന്ന് വെച്ചാല് ഞാൻ കാണിച്ചിട്ടാ. നമ്മള് ഒരു അടിപൊളി. സീനൊക്കെ 2 മണിക്കൂറായി വന്നിട്ടാ. 2 മണിക്കൂറായിട്ട് മിൽക്ക് ബിരിയാണി അടിപൊളി. ഇത് വേറെ ഐറ്റാണ്. അതെ ഈ റൈസ് ഇത് ചൂടുള്ളതുകൊണ്ടാ ചെറിയ പീസ് എടുത്തുക്കണേ. റൈസ് എടുക്കുക. റൈസും ഈ ചിക്കൻ്റെ പീസും എടുത്തുങ്ങാണ്ടാ ദമ്മായിട്ട് മസാല ഒക്കെ കൂട്ടി ഇങ്ങനെ. നോക്കാം. മിൽക്കിന്റെ ടേസ്റ്റ് വേറെ, മസാല ടേസ്റ്റ് വേറെ. അപ്പൊ വേണ്ട മാറ്റി തിന്നോണ്ടിട്ടാ. നല്ല സൂപ്പറല്ലേ ബിരിയാണി? എങ്ങനെയുണ്ട് ബിരിയാണി? നന്നായെങ്കിലും പറയും. അടിപൊളിയല്ലേ? ഓക്കെ, അത് കേട്ടാ മതി.